നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ലോകം അവന്റെ പിന്നാലെയായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്നും എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റു ചെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് ഒരു കൊട്ടാരത്തിലല്ല, വീട്ടിലല്ല, ഒരു വഴിയമ്പലത്തിന്റെ പ്രാന്തത്തിൽ ഒരു വിജനമായ സ്ഥലത്ത് യോസേപ്പ് ഒരുക്കിക്കൊടുത്ത ഒരു മറവിൽ മറിയാം പ്രസവിക്കുക. പിന്നീട് യേശുവിനെ കിടത്തിയത് അവര് നസറേത്തിൽ നിന്ന് അവരെ കൊണ്ടുവന്ന ആ കഴുതയൊക്കെ കെട്ടിയിരിക്കുന്ന സ്ഥലത്തെ പുൽത്തൊട്ടിയിലാണ് കിടത്തിയത്. ഈ 3 പേരല്ലാതെ വേറെ ആരും അവിടെ ഇല്ല. എന്നാൽ പിന്നീട് ആട്ടിടയന്മാർ ദൈവദൂതന്റെ ദർശനം കണ്ടിട്ട് വന്ന് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. അതിനാലാകാം അവർക്ക് ബേത്ലഹേമിൽ താമസിക്കാൻ ഒരു വീടൊക്കെ ഉണ്ടായി. പിന്നീട് വിദ്വാൻമാർ അല്ലെങ്കിൽ കിഴക്ക് നിന്നുള്ള ജ്ഞാനികളായ ആളുകൾ ഒട്ടകപ്പുറത്താകാം അവർ വന്നു, പൊന്നും കുന്തിരുക്കമൊക്കെ കാഴ്ചവെച്ചു. അവര് മിസ്രൈമിലേക്ക് രാജാവ് കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ പോയി തിരിച്ച് നാസറേത്തിലേക്ക് വന്നു. യേശു 30 വയസ്സുവരെ നാസറേത്തിൽ യോസേപ്പ് പിതാവ് ചെയ്ത അതേ ജോലി, തച്ചുപണി, മരപ്പണി ചെയ്യുക. വലിയ ഫാക്ടറി ആയിട്ടൊന്നും ലാർജ് സ്കെയിലൊന്നും അല്ല. വീടാന്തരം കയറി നിങ്ങൾക്ക് തവി ഓട്ടാനുണ്ടോ, നാൽക്കാലി ഉണ്ടാക്കാനുണ്ടോ, നിങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര ഇടിഞ്ഞിട്ടുണ്ടോ, ഞാൻ നന്നാക്കാം എന്ന് പറഞ്ഞ് വീട്ടുപകരണങ്ങളും വീടുമൊക്കെ നന്നാക്കുന്ന യേശു എന്നും നന്നാക്കുന്നവനാണല്ലോ. ഇവിടെ കർത്താവ് ഉണ്ണാനില്ലാതെ ഉടുക്കാനില്ലാതെ വിശന്നും ദാഹിച്ചും വെയിലുകൊണ്ട് 30 വയസ്സുവരെ ജീവിച്ചു. അതിനുശേഷം ശുശ്രൂഷയ്ക്കിറങ്ങിയ 30-ാമത്തെ വയസ്സിൽ സ്നാനാനന്തരം യേശു കവലകൾ തോറും 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം പ്രസംഗിക്കാൻ, അത് കേൾക്കാൻ ആളുകൾ കൂടുകയാണ്. കാരണം കഴിഞ്ഞ 100-400 വർഷങ്ങളായിട്ട് അന്ധകാര യുഗമാണ്. മലാക്കിയുടെ ശേഷം പ്രവാചകന്മാരില്ലായിരുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നവരില്ലായിരുന്നു. കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആ ദേവാലയത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ദൈവദാസന്മാർ, പ്രവാചകന്മാർ ദൈവവചനം പഠിപ്പിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉച്ചകാലം 6 മാസം യോഹന്നാൻ സ്നാപകൻ യഹൂദയിലെ ഒരു പ്രദേശത്ത് പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും അതിനുശേഷം യേശു രാപകൽ ഇങ്ങനെ ശിഷ്യന്മാരുമായി പ്രസംഗിച്ച് നടക്കുകയാണ്. ആദ്യം ഗലീലക്കാരായ ആളുകളൊക്കെയാണ് വിശ്വസിച്ചത്. പിന്നീട് കുറച്ച് ശമര്യക്കാര്, പിന്നീട് യഹൂദയിലുള്ള ആളുകൾ. പക്ഷെ ഇപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. ആളുകൾ കൂട്ടമായിട്ട് യേശുവിൻ്റെ പിന്നാലെ പായുവാൻ രാപകൽ വ്യത്യാസമില്ലാതെ യേശുവിൻ്റെ വചനം കേൾക്കാൻ തയ്യാറായി. ഇപ്പോൾ പരീശന്മാർ തമ്മിൽ പറയുകയാണ്, ലോകം അവൻ്റെ പിന്നാലെയായി. യഹൂദയിലുള്ളവർ അവൻ്റെ പിന്നാലെയായെന്നല്ല, യഹൂദയിലും ശമരിയയിലും ഗലീലയിലുമായി ഇസ്രയേലിലുള്ള ആളുകൾ പിന്നാലെയായെന്നല്ല, അല്ലെങ്കിൽ ആ ഭൂഖണ്ഡത്തിലുള്ള ആളുകൾ പിന്നാലെയായെന്നല്ല, ലോകം അവൻ്റെ പിന്നാലെയായി എന്ന് പറഞ്ഞാൽ ഈ പോക്ക് പോയാൽ ലോകം മുഴുവൻ അവൻ്റെ പിന്നാലെ ആകും എന്നുള്ള അർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ മധ്യസ്ഥന്റെ അടുക്കൽ ആയ ഇസ്രയേലിലാണ് മനുഷ്യാവതാരം ചെയ്തത്. പക്ഷേ ആ സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ യൂറോപ്പിലേക്ക്, ഏഷ്യയുടെ മറ്റ് രാജ്യങ്ങളിലേക്ക്, പിന്നീട് അമേരിക്കയിലേക്ക്, ആഫ്രിക്കയിലേക്ക് എന്ന് വേണ്ട എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദ്വീപുകളിലും ഈ സുവിശേഷം എത്താനിടയായി.
ചന്ദ്രനിൽ പോലും പോയ ആളുകൾ ബൈബിളും കൊണ്ടാണ് പോയത്. അവിടുന്ന് ബൈബിളിലെ വാക്യമാണ് അവർ വിളിച്ചു പറഞ്ഞത്. ഇതൊരു ചെറിയ കാര്യമല്ല. ചന്ദ്രനിൽ പോയ ആ ശാസ്ത്രജ്ഞന്മാർ അവര് യേശുവിനെയാണ് വലുതായിട്ട് കാണുന്നത്. ഞങ്ങളെക്കാൾ വലിയവൻ യേശുവാണെന്ന് അവർ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പ്രവചനപ്രകാരം ദൈവം മനുഷ്യനാകുകയായിരുന്നു. മനുഷ്യനെ നരകശിക്ഷയേറ്റ് ദൈവനീതിയെ തൃപ്തിപ്പെടുത്തി രക്ഷാമാർഗം ഒരുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യേശു മൂന്നാം നാൾ ഉയർത്തത്. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാർക്കാകെ സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. യേശു ഒരു രാജാവായിരുന്നില്ലല്ലോ, ചക്രവർത്തി ആയിരുന്നില്ലല്ലോ, ഒരു പട്ടാളക്കാരനായിരുന്നില്ലല്ലോ, പണക്കാരനായിരുന്നില്ലല്ലോ, ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ലല്ലോ. വെറും ഒരു സാധാരണക്കാരനായി ജീവിച്ച യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായിരുന്നു. ദൈവം ഇത്രയും താഴുകയില്ലെന്നാണ് ചിലരുടെ ധാരണ. ദൈവമാണെങ്കിൽ കൊട്ടാരത്തിൽ ജനിക്കൂ, ദൈവമാണെങ്കിൽ മഹാപുരോഹിതന്മാരുടെ കൂടെ സഹവസിക്കൂ, ദൈവമാണെങ്കിൽ ഒരു സിംഹാസനം ഒക്കെ ഇട്ട് അവിടെ ഒരു ആസ്ഥാനം, ഒരു ആശ്രമം ഉണ്ടാക്കി അവിടെ ഇരിക്കത്തുള്ള ആളുകളൊക്കെ അവിടെ ചെന്ന് അനുഗ്രഹം നേടുകയുള്ളൂ. ഇതങ്ങനെയല്ല. കന്തസ്ഥലങ്ങളിൽ, പിന്നെ പെരുവഴിയിൽ, ഇടവഴിയിൽ എന്ന് വേണ്ട ആളുകൾ കൂടുന്ന സ്ഥലത്തുമൊക്കെ യേശു പോവുകയായിരുന്നു. മരണ വീട്ടിൽ, രോഗമുള്ള വീട്ടിൽ, ദാരിദ്ര്യ വീട്ടിൽ, കല്യാണ വീട്ടിൽ എല്ലാം യേശു അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ദൈവമാണെങ്കിൽ ഇത്രയും താഴുമോ എന്നാണ് ആളുകളുടെ ഒരു ചോദ്യം. പ്രിയപ്പെട്ടവരെ, യേശു താണവരായ ആളുകളെ ഉയർത്താനാണ്. നമ്മുടെ അടുത്തേക്ക് യേശു വരികയായിരുന്നു. വളരെ ശരിയാണ്, ലോകം അവൻ്റെ പിന്നാലെയായിപ്പോയി. പ്രിയപ്പെട്ടവരെ, ആളുകൾക്ക് രാഷ്ട്രീയം കൊണ്ടോ, പണം കൊണ്ടോ, പ്രശസ്തി കൊണ്ടോ, ഭക്ഷണം കൊണ്ടോ, കല കൊണ്ടോ ഒന്നും അവർക്ക് തൃപ്തി വരുന്നില്ല. എന്നാൽ യേശു അവർക്ക് തൃപ്തി നൽകുന്നു. അതുകൊണ്ട് യേശുവിനെ ആളുകൾ രക്ഷകനായി സ്വീകരിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വാസ്തവമായി വന്ന ആളുകൾ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരുന്നില്ല, പിന്നെ വേറെ ആരെയും അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നില്ല. യേശു അവർക്ക് എല്ലാമാണ്. യേശു അവർക്ക് ജീവന്റെ ജീവനാണ്. ലോകം അവൻ്റെ പിന്നാലെയായി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.